എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട പാഠഭാഗങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഇപ്പോൾ വന്നിട്ടുണ്ട്. പഠിക്കാൻ പറ്റാതെ പോയ പാഠഭാഗങ്ങൾ ഇനിയും പഠിക്കാൻ അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായതെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിരിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 അഡ്മിഷൻ ഒരുപാട് വൈകി ആദ്യം ക്ലാസ്സിൽ കയറിയവരുണ്ട്, ഒരുപാട് വൈകി ക്ലാസ്സിൽ കയറിയവരുണ്ട്, ഒന്നാം അലോട്ട്മെൻറ്റിൽ കയറിയവരുണ്ട്, പിന്നെ ലാസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ സ്പോട്ട് അഡ്മിഷനിൽ വരെ കയറിയ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ മാറി വന്ന വിദ്യാർത്ഥികളുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെയൊക്കെ അലോട്ട്മെൻറ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട ഒരുപാട് ക്ലാസ്സുകളും പാഠഭാഗങ്ങളും വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിൽ കയറിയ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ക്ലാസ്സുകളൊന്നും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളിലോ മാറി വന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സർക്കുലർ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അതായത് നഷ്ടപ്പെട്ടു പോയ പാഠഭാഗങ്ങൾ വീണ്ടും പഠിപ്പിക്കാനുള്ള നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഒഴിവ് സമയങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യാൻ സാധിക്കും? ഒഴിവ് സമയങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യണം? ആ നഷ്ടപ്പെട്ട പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പഠിപ്പിക്കണം. മായി ബന്ധപ്പെട്ടൊരു സർക്കുലർ. പഠിക്കാൻ പറ്റുന്നതായ പാഠഭാഗങ്ങൾ വീണ്ടും പഠിക്കാനുള്ള അവസരമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഒഴിവ് വരുന്ന സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനുള്ള നിർദ്ദേശവും, ഇത് പാഠഭാഗം നഷ്ടപ്പെട്ട ഇനി വൈകുന്നേരങ്ങളിലൊക്കെ അധിക ടൈം ക്ലാസ് എടുത്തത് വൈകി വന്ന വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പാഠഭാഗങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു നിർദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിൻ്റെ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും ഇപ്പോൾ സർക്കുലർ പുറത്തു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് എസിൻ്റെ ഔദ്യോഗിക കാര്യാലയത്തിൽ നിന്നും ഇപ്പോൾ സർക്കുലർ വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.